നേരത്തെ മുത്തലാഖ് കൊണ്ടുവന്നു, മുത്തലാഖ് നിരോധനം. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അഭിവൃദ്ധി ഉണ്ടായെന്ന് ഈ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ടോ? ഒന്നുമില്ല. അതായത് സമൂഹത്തെ പല തട്ടുകളിലാക്കുക. അതേസമയം സാധാരണക്കാരുടെ, അധ്വാനിക്കുന്നവരുടെ, അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ വയനാട് ദുരന്തമുണ്ടായി, ₹1 മാറ്റിവെച്ചു. അപ്പോൾ ഈ സമീപനമാണ് ഉള്ളത്. ഇപ്പോൾ വന്യമൃഗ പ്രശ്നം യഥാർത്ഥത്തിൽ ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. അതായത് ഒട്ടുമിക്കവാറും സംസ്ഥാനങ്ങളുടെ, ഇപ്പോൾ കർണാടകയിൽ, തമിഴ്നാട്ടിൽ, ഞാനിപ്പോൾ കർണാടകയിലെ എം പിമാരോടും തമിഴ്നാട്ടിലെ എം പിമാരോടും സംസാരിച്ചപ്പോൾ കേരളത്തിൻ്റെ അതേ പ്രതിസന്ധിയാണുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ UDF എം പിമാർ അത് സംബന്ധിച്ച് ശബ്ദം ഉയർത്തുമ്പോൾ എനിക്ക് അവരോട് ചോദിക്കാനൊരു കാര്യമുണ്ട്. 1972 സംസ്ഥാനങ്ങളുടെ പട്ടികയിലുണ്ടായിരുന്ന, അധികാരത്തിലുണ്ടായിരുന്ന ഈ വിഷയത്തിൽ കൈകടത്തി കടന്നു കയറി നിയമനിർമ്മാണം നടത്തിയത് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ പറഞ്ഞ ഈ വന്യ ഫോറസ്റ്റും മറ്റു കാര്യങ്ങളും ആ മേഖല കൺകറന്റ് ലിസ്റ്റിലേക്ക്, സമവർത്തി പട്ടികയിലേക്ക് മാറ്റിയത്. ഇത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്ന സമയത്ത് പോലും കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണം ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ 1972 മൂല നിയമത്തിൽ 7 തവണ ഭേദഗതി വരുത്തി. ആ 7 തവണയിൽ 5 ഭേദഗതി നടത്തിയത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. അതിനുശേഷം 2 ഭേദഗതി നടത്തിയത് BJP ഗവൺമെൻറ്റുകളാണ്. ഈ ഭേദഗതികളൊക്കെ മനുഷ്യൻ്റെ പക്ഷത്തു നിന്നുള്ളായിരുന്നില്ല. അത് വനത്തിൻ്റെ പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ വന്യമൃഗത്തിൻ്റെ പക്ഷത്തു നിന്നായിരുന്നു. മനുഷ്യന് വേണ്ടിയാണ് നമ്മൾ നിയമനിർമ്മാണം നടത്തേണ്ടത്. പക്ഷെ മനുഷ്യന് വേണ്ടി നിയമനിർമ്മാണമല്ല ഇവിടെ നടന്നിട്ടുള്ളത്, അതിന് ഭേദഗതി നടന്നിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കാട്ടുപന്നികൾ പെറ്റി പെരുകയാണ്. എത്ര തവണ ഞങ്ങളിതിനും പോയി നിവേദനം നൽകി ഭൂപേന്ദ്ര യാദവിന്. അതായത് ഇതിനെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം. ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനത്തിന് കൊന്നു തിന്ന. ഇപ്പം നമ്മുടെ നാട്ടിലെ കാട്ടുപന്നിയെ ഇപ്പോൾ കൊല്ലണമെങ്കിൽ ആരുടെയൊക്കെ പെർമിഷൻ വേണം. കൊന്നു കഴിഞ്ഞാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. ഇനി അഥവാ എന്തെങ്കിലും അപാകത ഉണ്ടായിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരംതിരിഞ്ഞൊരു ഉദ്യോഗസ്ഥൻ വേണേൽ കേസെടുക്കും. നമ്മുടെ നാട്ടിലെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ പൂർണ്ണ നിയന്ത്രണമെന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റിന്. വെച്ചാൽ ആ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത അതാണ്. ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിരവധി ഹൈക്കോടതികൾ ചോദിച്ചു, നിങ്ങൾ ആരുടെ പെർമിഷൻ എടുത്തിട്ടാണ് ഈ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നത്? അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉദ്യോഗസ്ഥന്മാർ അവരുടെ നില സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ കാതലായിട്ടുള്ള, കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അനിവാര്യമാണ്. ഏത് നിയമനിർമ്മാണവും മനുഷ്യൻ്റെ പക്ഷത്തു നിന്നായിരിക്കണം, അതല്ലാതെ മൃഗത്തിൻ്റെ പക്ഷത്തു നിന്നാകരുതെന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ്.